Hello guys, welcome to 7th day Lead Code Challenge. Today we are discussing one simple question, okay? Split a string in balanced strings. I think this is very simple, one of the simple question, okay? Right. But your first line looking this question is hard, but understand this question is very simple, okay? Balanced strings, okay? Strings have equal qualities, so L and R quantities, okay? Characters, balanced string is keep S is into each substring balance, okay? Maximum number of balanced string, return maximum number of balanced string, okay? This balanced string means R and L, okay? R and L. അതായത് ബാലൻസ് സ്ട്രിങ് എന്നൊരു മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആറും എല്ലും ഇത് രണ്ടും, അതായത് ഈ ആറ് തുടങ്ങിയിട്ട് എല്ലിലേക്ക് പോകുന്നതാണെന്നല്ലേ. 6 L, ഇതിൻ്റെ രണ്ടിനെയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എണ്ണം നോക്കിയാൽ എത്രയാണ്? 1 1, അത് ബാലൻസ് ആണ്, ഓക്കെ? ഇനി അടുത്തതിലേക്ക് വന്നാൽ 6 L L, ഇത് 2 Rഉം 2 Lഉം ആദ്യം ബാലൻസ് ആണ്. ഇനി അഥവാ ഈ എല്ലിന് പകരം ഇവിടെ 6 ആണ് ഉള്ളത് എന്ന് വെച്ചാൽ അപ്പം എന്തായിരിക്കും? 6 6 L 6 ആ എല്ല് വരെ ഉണ്ടാവും. അപ്പം അതൊരു ബാലൻസ് സ്ട്രിങ് ആവില്ല. ബാലൻസ് സ്ട്രിങ് എന്ന് വെച്ചാൽ ഈ ആറിൻ്റെ എല്ലിൻ്റെയും ക്വാണ്ടിറ്റീൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ആർ ആൻഡ് എൽ. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ ബാലൻസ് സ്ട്രിങ് 6 L, പിന്നെ ഇത് 6 L L എത്രയത്? അതും 1, ഓക്കെ? ബാലൻസ് സ്ട്രിങ് ആയിട്ട് 1 അതിനെ കണക്കാക്കുക. അപ്പോൾ ഇപ്പം 2 ആയി. ഇനി 6 L, അതും കൂടി വന്നാൽ 3 ആയി ബാലൻസ് സ്ട്രിങ്, ഓക്കെ? ഇനി അടുത്ത് ഇതും കൂടി വന്നാൽ 4ാമത്തെ, ഓക്കെ? 4th ബാലൻസ് സ്ട്രിങ്. ഔട്ട്പുട്ട് ഈസ് 4, ഓക്കെ? എക്സ്പ്ലനേഷൻ ദാറ്റ്സ്, ഓക്കെ? സെയിം സ്പ്ലിറ്റ് ഇൻ ടു R and L, then R L L R L R L, okay? each R to L, okay? ഇത് അധികം നോക്കണ്ട, കോഡ് ചെയ്താൽ ഇതതിലും സിമ്പിളായിട്ടുള്ളൂ. ഇവിടെ നോക്കേണ്ടത് 6ഉം Lഉം ഉണ്ടോ നോക്കണം, ഓക്കെ? 6ഉം Lഉം ബാലൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻക്രിമെൻ്റ് ചെയ്യണം, അതായത് ഔട്ട്പുട്ട് ഒന്ന് കൂടണം. ഇവിടെ നമുക്ക് തരുന്ന സ്ട്രിങ് S ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഓക്കെ? ജസ്റ്റ് ഞാൻ കുറേ കോഡ് ഉണ്ട് ഇതിൽ, അതുകൊണ്ട് ഈ കുറേ ടൈപ്പ് കോഡ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഓക്കെ? ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്, ഓക്കെ? ഇവിടെ നമ്മൾ നോർമലായിട്ടുള്ളൊരു ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ആദ്യത്തെ ഇത് ചെയ്യുന്നത്, ഓക്കെ? ഇതിനകത്ത് വരുന്ന സ്ട്രിങ് S ആണ്. ഇവിടെ ഞാൻ പുതിയൊരു R എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും L എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളും എടുത്തിട്ടുണ്ട്. അതുപോലെ റെസ്പോൺസ് ഇവിടെ ഔട്ട്പുട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, ഓക്കെ? റെസ്പോൺസ് അത് എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോ, ഓക്കെ? ഇനി വീണ്ടും I ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. S ഡോട്ട് ആയത് ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റത്തെ ലെങ്ത് വരെ പോകണം, അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്, ഓക്കെ? ഇനി ഈഫ് ഇതിനകത്ത് ഓരോ ലെറ്റേഴ്സായിട്ട് ചെക്ക് ചെയ്യും, ഓക്കെ? ആറുമായിട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? R++ ചെയ്യും. ഇനി എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എൽസ് ആണെന്ന് വെച്ചാൽ അത് എല്ലായിരിക്കും, അങ്ങനെയാണെങ്കിൽ L++ ചെയ്യുക. ഇനി ഈ ഒരു R ഉം L ഉം ഈക്വൽ ആകുന്ന കേസിൽ, അതായത് ഈ R ഉം L ഉം 1 1 ഈക്വൽ ആകുന്ന കേസിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം, റെസ്പോൺസ് ഇൻക്രിമെൻ്റ് ചെയ്യുക. 0 ഉള്ളത് 1 ആവും. ഇനി അടുത്ത ഈ RR ഉം LL ഉം വന്നാൽ അത് ഈക്വൽ ആയാലും എന്ത് ചെയ്യും? അപ്പം വീണ്ടും റെസ്പോൺസ് പോകും, ഓക്കെ? R ഉം L ഉം ഈക്വൽ ആകുന്ന കേസാണ് നമുക്ക് വേണ്ടത്. R ഉം L ഉം ഇവിടെ ഈക്വലായി, അത് പോയി. ഇത് 2 ഈക്വൽ ആയില്ല. ഇനി ഇതാ ഇവിടെ ഇതാ R ഉം L ഈക്വലായി, പിന്നെ ഇതാ L ഉം R ഉം അങ്ങനെ, ഓക്കെ? സെക്കൻഡ് കേസ്. ഇനി ഈ ഒരു കോഡ് വർക്കിംഗ് തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഫോർ ലൂപ്പ് ഫുള്ള് റിട്ടേൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്പോൺസിൻ്റെ എണ്ണമാണ് ഇന്ന് റിട്ടേൺ ആയിട്ടുമുണ്ട്. ആ ഒരു കൗണ്ട് ഇടുന്ന് പോകും. ഈ ഒരു കോഡ് വർക്കിങ്ങിലാണ്. ഒരു സെമിക്കോളൻ കൂടുതലുണ്ട്.
ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കാണിച്ചു തരാം. കോഡ് ഈസ് സോൾവ്ഡ് അറ്റംപ്റ്റ്. ഓക്കെ, കോഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇവിടെ എന്ത് വേരിയബിൾ കൊടുക്കുക, എസ് എന്ന് തന്നെ. എസ് വേണ്ട, ലെറ്റർ അല്ലേ, നമുക്കൊരു സ്പെല്ലിങ് കൊടുത്തേക്കും. ഓക്കെ, സ്പെല്ലിങ് ഓഫ് എന്ത് ചെയ്യുക, എസ്. അതായത് ഇത് അറിയുന്നതായിരിക്കും. എസ്സിൽ ഓരോ വേരിയബിളിനെയും ഈ എസ് എസിലേക്ക് മാറ്റും. അതായത് ഓരോരോ വേരിയബിൾ വരും. ഇനി നമുക്ക് ആ എസ് എസിനെ ചെക്ക് ചെയ്താൽ മതി. അന്നേരം ആറുമായിട്ട് ഈക്വൽ ആണ് നോക്കുക, ഇങ്ങോട്ടേക്ക് കടത്തി വിടുക, ഇൻക്രിമെൻ്റ് ചെയ്യുക. വേറൊരു കോഡും കൂടിയുണ്ട്. ഈ ഒരു കോഡും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു കോഡും കൂടിയുണ്ട്. ഇത് ഇങ്ങനെയല്ലാണ്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ്. അതായത് പുതിയൊരു വേരിയബിളിന് കൂടി ആവശ്യമുണ്ട്. റെസ്പോൺസ് ആവശ്യമുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം. ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആവശ്യമുണ്ട്. 0 വെക്കുക ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ലീഫിന് പകരം ഇവിടെ ടെർണറി ഓപ്പറേഷൻ അല്ലേ, അതിനാണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ബാലൻസ് ഓക്കെ പ്ലസ് ഈക്വൽ ടു ഇവിടെ എസ് എസ് കൊടുക്കുന്നതിന് പകരം നമുക്കവിടെ കെയർ എന്ന് കൊടുക്കാം. നല്ല ഓക്കെ, എന്നിട്ട് കെയർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈക്വൽ ടു 6 ആണോ നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് 1 കൊടുക്കുക. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, -1 കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ബാലൻസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ, 1 അല്ല 0 ആവുന്ന കേസിൽ റെസ്പോൺസ്, എന്നിട്ട് ആ റെസ്പോൺസ് ഇവിടത്തേക്ക് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് അതും അതേപോലെ തന്നെ കിട്ടും ആൻസർ. ഓക്കെ, ഇനി ഇതാ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. കോഡ് അക്സെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒന്ന് നടക്കുന്നതെന്ന് വെച്ചാൽ 6 ആണോ എന്ന് നോക്കും. ആദ്യം ഈ ഒരു കേസാണ് വർക്കാകുന്നത്. ഓക്കെ, എന്നിട്ട് മാത്രമേ ഇങ്ങോട്ടുള്ള ഇത് ചെക്ക് ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് 6 ആണെങ്കിൽ 1 എടുത്തിട്ട് ഈയിലേക്ക് പ്ലസ് ചെയ്യും. ഇനി 6 അല്ലെങ്കിൽ -1 ചെയ്യും. 6 അല്ലെങ്കിൽ -1 ചെയ്യും. ഇനി ഈ ഒരു 6ഉം എല്ലും ഈക്വൽ ആകുന്ന കേസ് എന്ന് വെച്ചാൽ 1ഉം 6 വന്ന് പിന്നെ എല്ല് വന്ന് അപ്പോൾ 0 ആയി. അല്ലെങ്കിൽ എല്ല് വന്ന് 6 വന്ന് അപ്പോൾ 0 ആയി. 0 ആവുന്ന കേസ് എന്ന് വെച്ചാൽ ബാലൻസ് ആയി. ഓക്കെ, അങ്ങനത്തെ കേസിൽ ഇവിടുന്ന് റിട്ടേൺ ആവും. ഇനി ഇതിനകത്ത് ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഈ ഒരു കേസ് ഓക്കെ 6 6 എല്ല് എല്ല്, അതായത് 6 6ഉം വന്നാൽ എത്രയാ 2, പിന്നെ എല്ലും -1ഉം -1ഉം എത്രയാ 0. ഈ മൈനസും നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും വെക്കാം. ഓക്കെ, സെയിം ആക്കി എടുത്താൽ മതി. ഇനി ഇത് മാത്രമല്ലാണ്ട് നമുക്ക് അറേ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. അറേ മെത്തേഡ്സിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് എസ് ഡോട്ട് സ്പ്ലൈസ് ചെയ്യണോ അല്ല സ്പ്ലിറ്റ് ചെയ്യണോ. ഓക്കെ, അതായത് വെറും ഒന്നും കൊടുക്കണ്ട, സ്പേസ് ഒന്നും കൊടുക്കണ്ട. ഈ വരുന്ന അറേനെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ നടക്കുക, നമ്മളെ അറേ ആയിട്ട് മാറും. ഓക്കെ, അറേ ആയിട്ട് മാറി. ഇനി അറേനെയാണ് നമ്മൾ ചെയ്യുന്ന അറേന മാപ്പ് ഉപയോഗിക്കുക. ഓക്കെ, മാപ്പ് ഉപയോഗിച്ചാൽ മാപ്പിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും വരും. സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, കെയർ കൊടുത്തു വിടുക. ഓക്കെ, അതായത് ഈ ഒരു മെത്തേഡ്. എന്നിട്ട് ഇവിടെയും ബാൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ്, ബട്ട് മാപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുള്ളൂ. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ബാലൻസ് വന്ന്
കെയറാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കെയറാണ് ഇവിടുത്തെ ഓരോ അറയിലുള്ള ഓരോ വാല്യൂസും ഈ കെയറിലേക്ക് വരും. എന്നിട്ട് അതിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കെയർ ഇനി എന്ത് ചെയ്യണം, കെയർ ഈക്വൽ ടു ആറാണോ ചെക്ക് ചെയ്യുക. ആറാണെങ്കിൽ ആടെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഓക്കെ, 1 കൊടുക്കുക. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, -1 കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു വാല്യൂ സെറ്റായി. അതായത് ബാലൻസ് ആണോ അല്ലയോ എന്ന് ഇടുന്നത് കിട്ടും. അതായത് ഇടുന്ന ബാലൻസിനെ റിട്ടേൺ ചെയ്യും. ലാസ്റ്റുള്ള ബാലൻസ് എന്ന് വെച്ചാൽ അതൊരു അറേ ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അതായത് 0 1 0 1 തൊട്ടുള്ള ഒരു അറേ ആയിട്ടായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം എടുത്ത് പ്രിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഫിൽറ്ററാണ്. ഓക്കെ, ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ആ വാല്യൂവിനെ എന്ത് ചെയ്യുക, അതായത് ആ ഒരു അറേയാണ് എടുക്കുന്നത്, ആ അറേയിലെ വാല്യൂസ്. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ ഈക്വൽ ടു 0 ആണോ നോക്കുക. 0 ആകുന്ന കേസല്ല നമുക്ക് വേണ്ട ബാലൻസ് കേസ്. ആ കേസിൻ്റെ ലെങ്ത് എടുക്കുക. ഓക്കെ, അതായത് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ആ ബാലൻസ് ആയിട്ടുള്ള 0 മാത്രം, അതായത് ഇതിനകത്ത് 0 1 0 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരറേ ആയിരിക്കും ഉണ്ടാകുക. അതായത് ബാലൻസും നോൺ ബാലൻസ് ആയിട്ടുള്ള കേസ് ആയിരിക്കും ഉണ്ടാകുക. അതിനകത്ത് ബാലൻസ് കേസിന് മാത്രം ഫിൽറ്റർ ചെയ്തെടുത്ത് വേറൊരു അറേ ഉണ്ടാക്കി. ഇനി ആ അറേൻ്റെ ലെങ്ത്താണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. ഓക്കെ, ഇത് വേണ്ടിക്ക് വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കേസ് അപ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ഇതും കൂടെയുണ്ട്. അതായത് റെഡ്യൂസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന, അത് ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു വേ ആണ്. ഓക്കെ, നെക്സ്റ്റായിട്ട് നോക്കേണ്ടത് റെഡ്യൂസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ബട്ട് അത് ഇതിലും ടഫായിട്ടുള്ളൊരു ഇതാണ്. അതായത് ഇതിലും കുറച്ചും കൂടി സ്റ്റെപ്പ് കൂടുതലായിട്ടുണ്ട്. എന്നാണ് ഏറ്റവും ചെറിയ സ്റ്റെപ്പിൽ ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു പ്രോബ്ലം. ഓക്കെ, ഇനി റെഡ്യൂസിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന മെത്തേഡെന്ന് വെച്ചാൽ അതായത് റിട്ടേൺ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഇവിടെ നമ്മൾ റിട്ടേൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേണിൻ്റെ അകത്ത് എസ് ഡോട്ട് നമുക്ക് ആദ്യം എന്തായാലും സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് ഇനി റെഡ്യൂസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു അക്യുമുലേറ്ററും ഉണ്ടാവും, കറണ്ട് വാല്യൂ ഉണ്ടാവും. അതായത് ഓരോ തവണ വാല്യൂസ് എടുത്തു വരും. ആ വാല്യൂവിനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ബാക്കി അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടൻറ്റ് സെയിം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് അത് ഞാൻ എടുത്തിടാം. ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഒരു വേരിയബിളും കൂടി വേണം. അതായത് 2 വേരിയബിൾ വേണം. അത് രണ്ടും ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ബാലൻസ് കൊടുക്കുക, ബാലൻസ് 0 കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ കൗണ്ട് 0 കൊടുക്കുക. ഇവിടുന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ അതാ നമ്മളെ അക്യുമുലേറ്റർ, അതായത് അക്യുമുലേറ്റർ ഡോട്ട് ബാലൻസ് എന്നാണ് വിളിച്ചത്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബാലൻസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ,
ആ ഒരു ബാലൻസിനെയാണ് ഇവിടെ എടുക്കുക. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ 1 എടുത്തിട്ട് അതിൽ കൂട്ടും ആ ഒരു പരിപാടി. എന്നിട്ട് 0 ആയിട്ടും ഏതെങ്കിലും ടൈമിൽ ഈക്വൽ ആകുന്ന കേസിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിനകത്തുള്ള കൗണ്ട്, അതായത് ഈ കൗണ്ട് +1 ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് അക്യുമുലേറ്ററാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് ഇത് ഡയറക്റ്റായിട്ട് കൊടുക്കണ്ട. ഓക്കെ, ഇതേതെങ്കിലും വേരിയബിളിലേക്ക് എടുത്തു വെച്ചാൽ മതി. എന്താ പേര് കൊടുക്കുക, റിസൾട്ട് തൽക്കാലം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ റിസൾട്ട് ഡോട്ട് കൗണ്ട് നോക്കാം. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുമ്പോൾ സെമിക്കോളൻ ഹാഫ് കോളൻ നടണ്ട. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കൺട്രോൾ ഓക്കെ, അവിടെ ട്രിപ്പിൾ ഈക്വൽ ടു accumulator. ഇവിടെ നമുക്കൊരു മിസ്റ്റേക്കും കൂടിയുണ്ട്. ഇവിടെ കെയറാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യമാണ് വേണ്ടത്. ആ നേരത്തെ തന്നെ എടുത്തിട്ട് എഡിറ്റ് പോകുന്ന മിസ്റ്റേക്ക് ആകും. നോക്കാം. ഓക്കെ, കോഡ് വർക്കിംഗ് ആണ്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ തന്നെയാണ്. അതായത് അക്യുമുലേറ്റർ ഡോട്ട് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ബാലൻസിനാണ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ആഡ് ചെയ്ത് വെക്കും. കറണ്ട് എന്ന് വെച്ചാൽ ഓരോ വാല്യൂസ് ആയിട്ട് വരും. ഓക്കെ, ആ വാല്യൂ എന്ത് ചെയ്യും, ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ആണെങ്കിൽ ഇതായിട്ടൊരു, അല്ലെങ്കിൽ -1. എന്നിട്ട് ഏതെങ്കിലും പോയിന്റിൽ 0 ആകുന്ന കേസിൽ ഇവിടെ അക്യുമുലേറ്റർ +1 ചെയ്യും. എന്നിട്ട് അത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ACC ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ACC ഡോട്ട് കൗണ്ട് എന്ന് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് നോക്കണ്ട കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എററാണ് വന്നത്. അത് അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഈ ACC ഫുള്ളായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. അതിൻ്റെ അകത്ത് ഓരോ ഒബ്ജക്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇതിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് പോലെ ഇതിലെത്തും. ഓക്കെ, ACC ഫുള്ളായിട്ട് ഇതിലെത്തും. പിന്നെ ACC ഡോട്ട് ഇത് വിളിക്കുന്ന പോലെയാണ് റിസൾട്ട് ഡോട്ട് കൗണ്ട് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ 4 കേസ് ആയിട്ടുണ്ട്. ഇനി ഇല്ല, 4 കേസ് സോൾവ് ചെയ്ത് 4 ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇനി ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഏതും മെത്തേഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്തേക്ക്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.